കേരളം ഏതാണ്ട് ഒരു കണ്ണീർ കടലിലെ ദ്വീപായി മാറിയിരിക്കുന്ന സമയമാണ്. മലയാളികൾ ഓരോരുത്തരും ലജ്ജയോടെ തലതാഴ്ത്തുകയാണ്. ആ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ആ കോളേജ് കുമാരൻ നല്ലൊരു പയ്യൻ, സ്മാർട്ടായിട്ടുള്ളൊരു പയ്യൻ, പഠിക്കുന്ന പയ്യൻ, ആവശ്യം രാഷ്ട്രീയ ബോധമൊക്കെ ഉള്ളൊരു പയ്യൻ. അവൻ്റെ കുറേ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ സുഹൃത്തുക്കളെന്ന് അവൻ അതുവരെ വിശ്വസിച്ചിരുന്ന കുറേ ആളുകൾ, അതും അവൻ്റെ കൂടെ താമസിക്കുന്ന ക്ലാസ്മേറ്റ് ഉൾപ്പെടെ ഭീകരമായിട്ട് മർദ്ദിച്ചു. അതിൻ്റെ ഫലമായി ഒരുപക്ഷെ അവൻ ആത്മഹത്യ ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതാകാം. അവൻ മരിച്ചു. ഇത് നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. ഈ ആൾക്കൂട്ട കൊലപാതകം എന്നൊക്കെ പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ വിദ്യാഭ്യാസമില്ലാത്ത സ്ഥലങ്ങളിൽ നടക്കുന്ന ഒന്നാണ്. അതൊരിക്കലും കേരളത്തിൽ അങ്ങനെ നടക്കില്ല എന്നൊക്കെ ഊറ്റം കൊള്ളാറില്ലേ നമ്മൾ? ഏതെല്ലാം പ്രസംഗവേദിയിലാണ് ഇത് കേട്ടിരിക്കുന്നത്? വടക്കേ ഇന്ത്യയിൽ അങ്ങനെ സംഭവിച്ചു, അസമിൽ ഇങ്ങനെ സംഭവിച്ചു, ബംഗാളിൽ അങ്ങനെ സംഭവിച്ചു, ഗുജറാത്തിൽ ഇങ്ങനെ സംഭവിച്ചു. അതേ സംഭവമല്ലേ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു? എത്ര നാണം കെട്ട സംഭവമാണ്, എത്ര ക്രൂരമായ സംഭവമാണ്, എത്ര മ്ലേച്ഛകരമായ സംഭവമാണ്. ഇതിനെങ്ങനെ സാധിച്ചു? പക്ഷെ അതിനേക്കാളും മ്ലേച്ഛകരം എന്ന് എനിക്ക് പറയേണ്ടി വരുന്നത്, അങ്ങേറ്റം ദുഃഖകരം എന്ന് പറയേണ്ടി വരുന്നത്, ഈ കുട്ടിയെ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന്, അവൻ്റെ സഹപാഠികൾ ചേർന്ന് നഗ്നനാക്കി അവനെ 100-130 ആളുകൾക്കിടയിൽ നിർത്തി അവനെ ഭത്സിക്കുമ്പോൾ, അവനെ നാണം കെടുത്തുമ്പോൾ, അവനെ മർദ്ദിക്കുമ്പോൾ ആർക്കും പിടിച്ചു മാറ്റാനുള്ള കരുത്തുണ്ടായിരുന്നില്ല എന്നതാണ്. അതാണ് ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം. എന്തു പറ്റി നമ്മുടെ നല്ല മനുഷ്യർക്ക്? എന്തു പറ്റി നമ്മുടെ അറിവുള്ള യുവത്വത്തിന്? എന്തു പറ്റി നമ്മുടെ പ്രതികരണശേഷിക്ക്? ആ പ്രതികരണശേഷി മരിച്ചുപോയോ? അതിനൊക്കെ ചാനലുകൾ കേൾക്കുന്നത് അവർ ഭയന്നു പോയിന്നാണ്. അങ്ങനെ ഭയക്കാമോ? നമ്മുടെ കൂട്ടത്തിലൊരു കുട്ടിയെ എല്ലാവരും കൂടെ മർദ്ദിച്ച് കൊല്ലുമ്പോൾ, അല്ലെങ്കിൽ മർദ്ദിച്ച് അവശനാക്കുമ്പോൾ, അതിനെതിരെ പ്രതികരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ആയിപ്പോയോ നമ്മളൊക്കെ? അങ്ങനെയാണെങ്കിൽ വളരെ അപകടകരമാണ്. കേരളത്തിൻ്റെ സ്ഥിതി ദയനീയമാണ്. നിങ്ങൾ ബെസ്റ്റ് നമ്പർ 44 എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കാണണം. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് നോക്കിയാൽ മതി. അതൊരു ജാപ്പനീസോ കൊറിയൻ അങ്ങനെ എന്തോ ഒരു രാജ്യത്തെ ഒരു സിനിമയാണ്. കാൻ ഫെസ്റ്റിവലിൽ അവാർഡുകൾ വാരിക്കൂട്ടിയൊരു സിനിമയാണ്. 3-4 മിനിറ്റേ ഉള്ളൂ ആ സിനിമ. നമ്മുടെ ഇവിടെ ഇറങ്ങുന്ന 3 മണിക്കൂർ സിനിമകളെക്കാളും, വലിയ വലിയ കോടാനുകോടി രൂപ ചിലവാക്കിയ സെറ്റിട്ട സിനിമകളെക്കാളും, 6 പാക്ക് വെച്ച നായകന്മാർ അഭിനയിച്ച സിനിമകളെക്കാളും, ഡാൻസും പാട്ടും ഒക്കെ കൊണ്ട് ആറാടുന്ന സിനിമകളെക്കാളും എത്രയോ രസകരമാണ് ആ 4 മിനിറ്റുള്ള സിനിമ. ഒരിക്കലും അത് കണ്ട ആൾ ആ സിനിമ മറക്കില്ല. മാത്രമല്ല, ആ സിനിമ നമ്മുടെ സമൂഹത്തിനെതിരെ ഒരു കൂരം വായിക്കുന്നുണ്ട്. ചാട്ടുണി പോലെ അത് ഉള്ളിലേക്ക് തറഞ്ഞ് കയറും ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബെസ്റ്റ് നമ്പർ 44. സംഭവം ഇതാണ്: ഒരു യാത്രക്കാരൻ റോഡിൽ കാത്തു നിൽക്കുന്നു. ബസ്സൊന്നും അതുവഴി വരുന്നില്ല. അയാൾ ആകെ വിവശനാണ്, വിയർത്ത് കുളിക്കുകയാണ്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ബസ് വരും. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹം ആ ബസ്സിൻ്റെ മുമ്പിൽ ചെന്ന് തടയുകയാണ് ബസ്സിനെ കയറാൻ വേണ്ടി. കയറുന്നു. ബസ്സിൻ്റെ ഡ്രൈവർ ഒരു സ്ത്രീയാണ്. അവിടെ കണ്ടക്ടറും ഡ്രൈവറും ഒരാളല്ലേ ഉള്ളൂ. ടിക്കറ്റ് കൊടുക്കുന്നു. ആ പയ്യൻ അകത്തേക്ക് ചെല്ലുന്നു. ഒരു സീറ്റുണ്ട് ഫ്രണ്ടിൽ, അവിടെ ഇരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ആ ചെറുപ്പക്കാരനെ ഈ സ്ത്രീയോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അവൻ ഫ്രണ്ടിൽ ചെന്നിട്ട് അവളോട് സംസാരിക്കുന്നു. അവിടെ ഇരിക്കുന്നൊരു ചിത്രം, ആ ബസ്സിൻ്റെ സൈഡ് വെച്ചിരുന്ന ചിത്രം, അത് നിങ്ങളാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതൊരു മെലിഞ്ഞ പെൺകുട്ടിയുടെ രൂപമാണ്. അവളിപ്പോൾ നല്ല വണ്ണം ശരിയാണ്. അതിനെക്കുറിച്ചൊക്കെ കുശലം ചോദിക്കുന്നു. പക്ഷേ ആ സ്ത്രീ അത് വലിയ കാര്യമാക്കുന്നില്ല, അയാളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അയാൾ പതുക്കെ ചമ്മി തിരിച്ചു വന്നിരിക്കുന്നു. ബസ്സിൽ നിറയെ ആളുണ്ട്. നിറയെ എന്ന് പറയുമ്പോൾ ബസ് നിറഞ്ഞു നിൽക്കുകയല്ല, എല്ലാ സീറ്റിലും ആളുണ്ട്.
ഭാര്യാഭർത്താക്കന്മാരുണ്ട്, കാമുകി കാമുകന്മാരുണ്ട്, വയസ്സായ ആളുകളുണ്ട്. ബസ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കുറച്ച് ദൂരം ചെന്നപ്പോൾ ബസ് ചവിട്ടി നിർത്തി ആ ഡ്രൈവർ. നോക്കിയപ്പോൾ ബസ്സിൻ്റെ മുമ്പിൽ ഒരാൾ കിടക്കുകയാണ്. ഒരാൾ സൈഡിൽ കൂടെ വന്ന് ആ കിടക്കുന്ന ആളെ പിടിച്ച് കയറ്റി കൊണ്ടുവന്ന് ബസ്സിൽ കയറ്റി. എന്നിട്ട് ഉടൻ ആശുപത്രിയിൽ എത്തിക്കാനാണോ അങ്ങനെ എന്തോ പറയുന്നു, അകത്തോട്ട് കയറുന്നു. അവൾ ടിക്കറ്റ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ബസ് മുന്നോട്ട് പോയി തുടങ്ങിയപ്പോൾ അവരുടെ രൂപം മാറുന്നു. അയാൾ അഭിനയിക്കുകയായിരുന്നു അയാൾക്ക് രോഗമെന്ന്. മറ്റേ ആളും രണ്ടുപേരും കൊള്ളക്കാരാണ്. അതായത് അതുവഴി പോകുന്ന യാത്രക്കാരെ കൊള്ള ചെയ്ത് ഉപജീവനം നടത്തുന്ന ആളുകളാണ്. അവർ കയ്യിൽ നിന്ന് തോക്കൊക്കെ എടുത്ത് ഭീഷണിപ്പെടുത്തി ആളുകളോട് പറയുന്നു, കയ്യിൽ വിലപിടിപ്പുള്ള എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എടുത്തോളൂ. അവർ ഓരോരുത്തരുടെ അടുത്തായിട്ട് പോകുന്നു. അവർ കയ്യിലുള്ളത് പണവും വാച്ചും ഒക്കെ കൊടുക്കുന്നു. ഒരു ബധിരനായ ഒരു പയ്യൻ, അവൻ എന്താണെന്ന് മനസ്സിലാകുന്നില്ല, അവൻ അതിനോട് പ്രതിഷേധിക്കുന്നു. അവനെ അവരടിച്ച് ശരിയാക്കുന്നു. അതോടുകൂടി വെറും യന്ത്രങ്ങളായി മാറി അതിനകത്തിരിക്കുന്ന ആളുകളെല്ലാം. അവരുടെ കയ്യിലുള്ള വിലപിടിപ്പുകളെല്ലാം വാരി ഒരു ബാഗിനകത്ത് ഇട്ടുകൊണ്ട് അവർ ഇറങ്ങാൻ തയ്യാറാവുന്നു. ഒരു പൊന്തക്കാടുള്ള ഒരു സ്ഥലം. അവിടെ എത്തുമ്പോഴേക്കും വണ്ടി നിർത്താൻ പറയുന്നു. ഡ്രൈവർ വണ്ടി നിർത്തുന്നു. നിർത്തുമ്പോൾ ആ പെൺകുട്ടിയും പിടിച്ചു വലിച്ചുകൊണ്ട് അവർ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. യാത്രക്കാരൊക്കെ സ്തംഭിച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. കുറച്ച് കഴിയുമ്പോൾ ആ പെൺകുട്ടിയുടെ നിലവിളി ഇവർ കേൾക്കുകയാണ്. ആ പെൺകുട്ടിയെ രണ്ടുപേരും കൊണ്ട് ഉപദ്രവിക്കുകയാണ്. അപ്പോൾ ഈ നായകനായ ചെറുപ്പക്കാരൻ അവൻ പതുക്കെ തിരിഞ്ഞ ആളുകളോട് ചോദിക്കുന്നുണ്ട്, നമുക്കിതിൽ എന്തെങ്കിലും ചെയ്യണ്ടേ? പക്ഷെ ആരും മിണ്ടുന്നില്ല. ചില ആളുകൾ എണീക്കാൻ പോകുന്നു, പക്ഷേ കൂടെയുള്ള ഭാര്യമാരൊക്കെ പിടിച്ചിരുത്തുന്നു. വേണ്ട വേണ്ട, നമ്മളിതിനകത്ത് ഇടപെടേണ്ടതാണ്. എന്ത് വരട്ടെ എന്ന് വിചാരിച്ചാൽ ചെറുപ്പക്കാരൻ ഇറങ്ങുന്നു. അവൻ ആ പൊന്തക്കാട്ടിലേക്ക് പോകുമ്പോൾ ആ സ്ത്രീയെ ഒരാൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നതാണ് അവൻ കാണുന്നത്. അവൻ അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കൂടെയുള്ള ഒരു അയൺ റോഡ് വെച്ച് അവൻ്റെ 2 കാലിനെ അടിച്ച് താഴെ ഇടുന്നു. അവൻ അനങ്ങാൻ വയ്യാത്ത അവസ്ഥ. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ആ ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടി പതുക്കെ നടന്ന് അടുത്തു വരുന്നു. ആ ചെറുപ്പക്കാരൻ കാല് തടവിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അവനെ ഒന്ന് നോക്കിയിട്ട് അവൾ നേരെ ബസ്സിനടുത്തേക്ക് നീങ്ങുന്നു. അവനും പിറകിലെത്തുന്നു. അവൻ വേച്ച് വെച്ചാണ് വരുന്നത്. ഇവൾ ബസ്സിലോട്ട് കയറിയിട്ട് ബസ്സിൻ്റെ വാതിൽ വലിച്ചടച്ചു. ഇവനെ കയറ്റിയില്ല, ഈ ചെറുപ്പക്കാരനെ കയറ്റിയില്ല. അപ്പോൾ അവൻ അത്ഭുതപ്പെട്ട് അവളോട് പറയാണ്, നോക്കൂ, ഞാൻ എന്ത് ചെയ്തു? എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അവർക്കെതിരെ എന്ന് പറയുന്നു. അവൾ ക്രൂരമായ കണ്ണുകളോടുകൂടി അവനെ നോക്കുന്നു, പിന്നെ തിരിഞ്ഞ് യാത്രക്കാരെ നോക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾക്കെതിരെ വളരെ ശക്തമായിട്ട് നീണ്ടുവരുന്ന ആ ഇരുമ്പ് മുന നമ്മുടെ ഹൃദയത്തിൽ തറച്ച് കയറും. ആ യാത്രക്കാർക്ക് അവളുടെ നോട്ടം കണ്ടു നിൽക്കാൻ വയ്യാതായി. അവർ അപ്പുറത്തിപ്പുറത്തൊക്കെ നോക്കിയിരുന്നു. കുറ്റബോധത്തിൽ നാണിച്ച് തല കുനിച്ച് നാണം കെട്ട് ഇരിക്കുന്ന യാത്രക്കാർ. ഉടൻ ആ പെൺകുട്ടി ചെയ്യുന്നത്, അയാളുടെ ബാഗ് എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു, ബസ്സിൻ്റെ പുറത്തേക്ക് എറിഞ്ഞു. അയാൾ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ ബസ് കൊണ്ട് മുന്നോട്ട് പോയി. അപ്പോൾ അയാൾക്ക് മനസ്സിലായില്ല എന്തിനാണ് തന്നെ ഇങ്ങനെ ശിക്ഷിച്ചത്. അയാൾ വളരെ വേദനയോടുകൂടി ആ റോഡിൻ്റെ സൈഡിൽ പിന്നെ ഇരിക്കുന്നു. ബസ് അങ്ങ് പോയി. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു കാർ വന്നു. ആ കാറിൽ അയാൾ ഒരു ലിഫ്റ്റ് ചോദിച്ചു. അവർ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാളെ കൂടെ കയറ്റി ആ കാറ് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് പാത, നട്ടുച്ചവയിൽ. അവരെന്തോ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്നൊരു പോലീസ് വാൻ കടന്നു പോകുന്നു, സൈറനൊക്കെ മുഴക്കിക്കൊണ്ട്. അതിൻ്റെ പുറകിൽ വേറൊരു പോലീസ് വണ്ടി, പിന്നെ ഒരു ആംബുലൻസ്, ഇങ്ങനെ പോകും. അപ്പോൾ അയാൾ അടുത്തിരിക്കുന്ന ആളോട് എന്തോ ആക്സിഡൻറ്റ് സംഭവിച്ചു അല്ലേ? അപ്പോൾ അയാൾ ആയിരിക്കാം. കുറേ കൂടെ പോകുമ്പോൾ ആളുകളൊക്കെ കൂടി നിൽക്കുന്നൊരു സ്ഥലം. ഇവർ അവിടെ ചെന്ന് കാറ് നിർത്തിച്ച് നോക്കുമ്പോൾ ഒരു നദിയുടെ ഉള്ളിലേക്ക് മറിഞ്ഞ് കിടക്കുകയാണ് ഈ ബസ്. ആ ഡ്രൈവർ, ആ സ്ത്രീ ആ ബസ് ഓടിച്ചിറക്കി നദിയിലോട്ട്. ഒരു പോലീസ് ഓഫീസർ തൻ്റെ സെറ്റിലൂടെ പറയുന്നു, സർ, എല്ലാവരും മരിച്ചു, ഡ്രൈവർ ഉൾപ്പെടെ. ആ ചെറുപ്പക്കാരൻ ആശ്വാസത്തോട് പ്രാർത്ഥനയിൽ മുഴുകുന്നു. ഇതാണ് സിനിമ ബസ് നമ്പർ 44. നിങ്ങൾ കാണണം ആ സിനിമ. ഞാൻ പറയുന്നത്, ഈ ക്രൂരകൃത്യം നടക്കുമ്പോൾ കണ്ടു നിന്ന 150 കുട്ടികളുണ്ടല്ലോ, അവരുടെ സ്ഥിതി അതാണ്. ഈ യാത്രക്കാരുടെ അവസ്ഥയാണ്. ഞാനവരെ കുറ്റം പറയുന്നില്ല.
ഭയമെന്ന് പറയുന്നത് ഒരു ചെറിയ വികാരമല്ല. ഭയം കൊണ്ട് രാജ്യത്തെ അല്ല, ലോകത്തെ തന്നെ ഭരിക്കാൻ കഴിയും. പക്ഷെ ഭയം ഒരിക്കലും ലോകത്തെ നന്നാക്കില്ല. ഒരിക്കലും സമൂഹത്തിന് ചേർന്നതല്ല അത്. അവിടെ പ്രതികരിക്കാൻ കഴിയുന്ന ഒരാളുണ്ടാവണമായിരുന്നു. അയാൾ ചാടി മുന്നിലേക്ക് വീഴണമായിരുന്നു. എങ്കിൽ അയാളുടെ പുറകെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ വന്നേനെ സഹായിക്കാൻ. പക്ഷേ അവർക്കതിന് സാധിച്ചില്ല. ഇവിടെയാണ് നെപ്പോളിയൻ പറഞ്ഞ വളരെ അർത്ഥവത്തായ ഒരു കാര്യം നമ്മൾ സ്മരിച്ചു പോകുന്നു. ഇറ്റ് ഈസ് നോട്ട് ദ വയലൻസ് ഓഫ് ദ ബാഡ് പീപ്പിൾ ദാറ്റ് മേക്സ് ദിസ് വേൾഡ് ഡർട്ടി. ഇറ്റ് ഈസ് എ സൈലൻസ് ഓഫ് ദ ഗുഡ് പീപ്പിൾ. ഒരു മിനിറ്റ് ആലോചിക്കൂ. ഇനിയും ഇതുപോലത്തെ സംഭവങ്ങൾ നമ്മുടെ ക്യാമ്പസിൽ സംഭവിച്ചൂടെ? ഒരുപക്ഷെ അവൻ ആത്മഹത്യ ചെയ്തതാവാം, ഒരുപക്ഷെ കൊല്ലപ്പെട്ടതാവാം. എന്തായാലും കൂട്ടത്തിലുള്ളൊരു കുട്ടി ക്രൂരമായി ആക്രമിക്കപ്പെടുമ്പോൾ സ്തംഭിച്ചു പോയ മനസ്സുമായിട്ട് നിൽക്കുന്ന ഒരു സമൂഹം, അത് ആ കുട്ടികളെ എന്തിനു പറയുന്നു? നമ്മുടെ കേരളവും അങ്ങനെ തന്നെയല്ലേ? നമ്മളെ സ്തംഭിച്ചിരിക്കുകയാണ്. സ്തംഭിച്ചിരിക്കുക അല്ല വേണ്ടത്, പ്രതികരിക്കാൻ പഠിക്കുകയാണ് വേണ്ടത്.